വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു ആണെങ്കിൽ നമ്മൾ തമ്മിലുള്ള വിവാഹ കരാർ ഓർമ്മയുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. തുടർന്ന് ആ മലമുകളിലെ വീണ്ടും ആ പാറക്കെട്ടിന് മുകളിലെ സംഭവങ്ങളാണ് കാണിക്കുന്നത്. കാർത്തികയാണെങ്കിൽ കൈ ഇങ്ങനെ നീട്ടുമ്പോൾ വിഷ്ണു കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. അന്നേരം ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നിങ്ങനെ കാർത്തിക ചോദിക്കുകയാണ്. അന്നേരം കല്യാണമോ എന്നും പറഞ്ഞ് പെട്ടെന്ന് വിഷ്ണു കൈ അങ്ങ് മാറ്റുകയാണ്. അന്നേരം കല്യാണം കഴിച്ചതായിട്ട് നമുക്ക് അഭിനയിക്കാം, ഒരു നാടക കല്യാണം എന്ന് പറയുകയാണ്. വിഷ്ണുവേട്ടന് സത്യയെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ അറിയണ്ടേ. അത് ശാലിനി എന്തായാലും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. വീട്ടിലേക്ക് മടങ്ങി ചെന്നാലേ അമ്മ വീണ്ടും കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കും. വിഷ്ണുവേട്ടൻ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോയിട്ട് പോലും, മധുശ്രീ പോലുള്ള ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോയിട്ട് പോലും ശാലിനിയാണെങ്കിൽ ആ സത്യം വെളിപ്പെടുത്താനായിട്ട് തയ്യാറല്ല. അപ്പോൾ ഇനി ഇതേ ഉള്ളൂ ഒരു മാർഗം. വിഷ്ണുവേട്ടനോടുള്ള വിശ്വാസം കൊണ്ടാണ് ശാലിനി അത് പറയാത്തത്. വിഷ്ണുവേട്ടൻ മറ്റൊരു പെണ്ണിനെ തേടി പോകില്ല എന്ന് പിന്നെ ശാലിനിക്ക് തീർച്ചയായും ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് പറയാത്തത്. അതിനു മുന്നേ വിഷ്ണുവേട്ടനെ വിളിക്കാമല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിളിച്ചോളൂ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇതൊക്കെ സംസാരിക്കുന്നതൊക്കെ. അന്നേരം വിഷ്ണുവേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരു പെൺകുട്ടിയിലേക്ക് പോയി എന്നറിയുമ്പോൾ ശാലിനി എന്തായാലും ഒന്ന് ഉരുകും. അപ്പോൾ സത്യങ്ങളൊക്കെ തുറന്നു പറയും എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ആദ്യം എന്നാലും ഇതെങ്ങനെ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ആലോചിക്കുകയാണ്. അന്നേരം അതൊക്കെ ശരിയാകണം. എന്തായാലും ശാലിനിയുടെ ജീവിതത്തിൽ വിഷ്ണുവേട്ടന് അറിയാത്ത കുറേ ഏടുകളില്ലേ, അതുപോലെ വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിലും അതേപോലെ കാര്യങ്ങൾ ഉണ്ടായി എന്ന് വിചാരിച്ചോളും എന്നൊക്കെ കാർത്തിക പറയുകയാണ്. അന്നേരം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ചെന്നാൽ അതെങ്ങനെ വിശ്വസിക്കും, മറ്റുള്ളവരെങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഒരു പരിചയമില്ലാത്ത ഒരാളെ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം പരിചയമില്ലെന്ന് ആര് പറഞ്ഞു? നമ്മൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പ്രണയമായിരുന്നു, അതാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത്, അങ്ങനെ പരിചയപ്പെടുത്തിയാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം തന്നെക്കുറിച്ച് അവർ അന്വേഷിക്കില്ലേ, നാടും വീടുമൊക്കെ തിരക്കി പോകില്ലേ, അപ്പം തനിക്കൊരു മുൻ കാമുകനുണ്ടായിരുന്നു എന്നൊക്കെ തിരക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവിടെയാണ് നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടത്. ഒറിജിനൽ ഐഡൻറ്റിറ്റി എങ്ങും പറയാനായിട്ട്, നാടോ വീടോ എങ്ങും പറയാനായിട്ട് പറയരുത്. അതൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ശാലിനി എന്തായാലും ഒന്ന് കുലുങ്ങും. അപ്പോൾ ശാലിനി സത്യങ്ങളൊക്കെ വിഷ്ണുവേട്ടനോട് വന്ന് പറയും. പിന്നെ സത്യാമ്മയ്ക്കും സത്യയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാം. അപ്പോൾ വിഷ്ണുവേട്ടൻ്റെ ശാലിനിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാം. അപ്പോൾ ഇത് എത്ര നാളിത് തുടരുമെന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. പിന്നെ അധിക കാലം തുടരാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ വിഷ്ണുവേട്ടൻ്റെ ശാലിനി നഷ്ടപ്പെടും, എനിക്ക് ഹർഷനെയും നഷ്ടപ്പെടും. ഹർഷൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന 2 ആഴ്ച അത്രമാത്രം സമയമേ ഉള്ളൂ. അതിനുള്ളിൽ വിഷ്ണുവേട്ടൻ സത്യയെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ കണ്ടെത്തണം. പിന്നീട് വിഷ്ണു സത്യാമ്മയുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ശാലിനിയുമായിട്ട് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ ഞാനാണെങ്കിൽ ഹർഷനുമൊപ്പം US പോകും. എനിക്ക് 2 ആഴ്ച ഒളിച്ച് താമസിക്കാനുള്ളൊരു സുരക്ഷിതമായ സ്ഥാനമാണ് വേണ്ടത്. വിഷ്ണുവേട്ടൻ്റെ ഭാര്യ എന്നുള്ള ലേബലിൽ അച്ഛൻ കാണാതെ സത്യാമ്മയുടെ വീട്ടിൽ എനിക്ക് സുരക്ഷിതമായിട്ട് കഴിയാനും സാധിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്നാലും ഇതെങ്ങനെയെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് ആദ്യം സമ്മതിക്കുന്നില്ല. അന്നേരം ഇതേ ശരിയാവുകയുള്ളൂ, അല്ലാതെ വീണ്ടും വിഷ്ണുവേട്ടൻ വീട്ടിലേക്ക് ചെന്നാൽ വേറെ ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിക്കും. വിഷ്ണുവേട്ടൻ കല്യാണം കഴിക്കും. അപ്പോൾ 2 പേരുടെയും ജീവിതം കട്ടപ്പുകയാവും. 2 കീടനാശിനി അടിച്ച് 2 സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും. അത് വേണോ, അതോ സത്യയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി വിഷ്ണുവേട്ടനെ ശാലിനിയെ സ്വന്തമാക്കണോ, ഇതേ ഉള്ളൂ വഴി എന്നൊക്കെ പറയുകയാണ്. എന്നെ സ്വന്തം പ്രാണനെ പോലെ ജീവിക്കുന്ന ആൾ ഭർത്താവ് നഷ്ടപ്പെടും തോന്നുമ്പോൾ ഏത് പെണ്ണും സത്യം പറയാനായിട്ട് മുദ്രം. അതേപോലെ ശാലിനി വിഷ്ണുവേട്ടൻ്റെ അടുത്ത് വന്ന എല്ലാ സത്യങ്ങളും തുറന്നു പറയും എന്ന് പറയുകയാണ്. അന്നേരം സത്യാമ്മയ്ക്കാണെങ്കിൽ മധുശ്രീയെ തന്നെ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ മതി. തന്നെ ചതിച്ച ശാലിനിയോടുള്ള പ്രതികാരമാണത്, അതിന് ഇതേ വഴിയുള്ളൂ എന്ന് സമ്മതിക്കുക എന്ന് പറഞ്ഞിട്ട് ആ മധുശ്രീയല്ല കാർത്തികയാണെങ്കിൽ ഇങ്ങനെ കൈ നീട്ടുകയാണ്. അന്നേരം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ ഐഡിയ എന്നൊക്കെ ചോദിക്കും. കേൾക്കാനൊക്കെ ഒരു സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു മടിച്ച് നിൽക്കുമ്പോൾ ഡീൽ എന്നും പറഞ്ഞ് ഇങ്ങനെ കൈ കാണിക്കുകയാണ്. തുടർന്ന് വിഷ്ണു മനസ്സോടെയാണ് അത് നടക്കും എന്നുള്ള രീതിക്കാണ് സമ്മതിച്ച് ആ വാക്ക് കൊടുക്കുന്നതൊക്കെ കാർത്തികയ്ക്ക്. തുടർന്ന് വിഷ്ണു കാർത്തികയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം ആർക്കും ഞാൻ മുഖമൊന്നും കൊടുത്തില്ല. നിലവിളക്ക് പൂജാമുറി കൊണ്ട് വയ്ക്കുമ്പോൾ സത്യമ്മ മാത്രമേ എൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ. സെർവൻറ്റ് പോലും എന്നെ ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. 6 വർഷം ഇത്രയുമൊക്കെ മാറി നിന്നിട്ടും പിന്നെ ശാലിനിയോട് ഇത്രയ്ക്ക് സ്നേഹം എല്ലാവർക്കും തോന്നണമെന്നുണ്ടെങ്കിൽ ആളൊരു വലിയ സംഭവമാണല്ലേ എന്ന് ചോദിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നല്ലേ എന്നൊക്കെ കാർത്തിക പറയുമ്പോൾ അമ്മയ്ക്കൊഴിച്ച് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഹർഷൻ്റെ കാര്യമൊക്കെ
കാര്യമൊക്കെ കാർത്തിക് അവിടെ പറയുന്നുണ്ട്. ഹർഷനാണെങ്കിൽ പിന്നെ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് വേറെ കുറവൊന്നും ഇല്ലായിരുന്നു, ഒരു ജോലി ഇല്ല എന്നുള്ളത് മാത്രമായിരുന്നു. MBA റാങ്കോടെ പാസ്സായതാണ്, നാട്ടിലെവിടെയും നല്ലൊരു ജോലി കിട്ടുമായിരുന്നു, പക്ഷേ വിദേശത്ത് പോയാലേ കഷ്ടപ്പാടിനനുസരിച്ചുള്ള ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാണ് ഹർഷൻ അവിടേക്ക് പോയത്. അന്നേരം ഞാൻ പറയുമായിരുന്നു, ഹർഷൻ നീ പൈസ തേടി പോകുമ്പോൾ ഞാൻ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് വേറെ ആരുടെയെങ്കിലും ബെഡ്റൂമിൽ ഇതേപോലെ നിൽക്കുന്നുണ്ടാവും എന്നുള്ളതൊക്കെ ഒരർത്ഥത്തിൽ അതുപോലെ സംഭവിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാർത്തിക് സങ്കടപ്പെടുകയാണ്. അന്നേരം ഇത് വെറുതെ ഒരു നാടകമല്ലേ, തനിക്ക് ഹർഷനിലേക്കും എനിക്ക് ശാലിനിയിലേക്കും എത്താനുള്ള ചെറിയൊരു വഴി മാത്രമല്ലേ ഉള്ളൂ, സങ്കടപ്പെടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കാർത്തിക് ഇങ്ങനെ നിന്ന് വിഷമിക്കുന്ന കാണുമ്പോൾ താൻ നിന്ന് വിഷമിക്കേണ്ട, അവിടെ ഇരുന്നോളൂ എന്ന് കസേര ചൂണ്ടി കാണിക്കുന്നുണ്ട്. തുടർന്ന് കസേരയൊക്കെ നീക്കിയിട്ട് കാർത്തിക വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇരിക്കുകയാണ്. അന്നേരം ഈ ബെഡ്റൂമിൽ നമ്മൾ തമ്മിൽ അകലം കുറച്ചുണ്ടെങ്കിലും ഈ റൂമിന് വെളിയിൽ അങ്ങനെ ആവരുത്, ആർക്കും ഒരു സംശയവും തോന്നരുത്, യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആയിരിക്കണം എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവേട്ടനുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു റിസ്ക് എടുക്കാനായിട്ട് സമ്മതിച്ചത്, അല്ലാതെ ഒരു പെണ്ണും ഇത്രയ്ക്കൊരു റിസ്ക് എടുക്കില്ല എന്നൊക്കെ കാർത്തിക് പറയുമ്പോൾ ഇന്ന് കണ്ട് എന്നെ എത്രയ്ക്ക് വിശ്വാസമോ ചോദിക്കുകയാണ്. അന്നേരം അത് വിശ്വാസം തന്നെയാണ്. വിഷ്ണുവേട്ടന് ശാലിനിയോടുള്ള സ്നേഹം 6 വർഷം അകന്ന് നിന്നിട്ടും തൻ്റെ പിന്നെ ഭാര്യയെ കാത്തിരിക്കുന്ന, ആ വേദനയോടെ കാത്തിരിക്കുന്ന ഒരാണിൻ്റെ വിശ്വാസം, അതാണ് എനിക്ക് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ പ്രണയത്തിൻ്റെ സ്വഭാവം അത് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് സങ്കടപ്പെടുകയാണ്. അന്നേരം വീണ്ടും കാർത്തിക് പറയുന്നുണ്ട്, ഇത്രയുമൊക്കെ പരിചയപ്പെട്ടിട്ട് ഇത്രയും സമയമായുള്ളെങ്കിലും ഞാൻ വിഷ്ണുവേട്ടനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്, വിഷ്ണുവേട്ടൻ കൂടുതലും സംസാരിക്കുന്നത് ശാലിനിയെക്കുറിച്ചാണ്. വിഷ്ണുവേട്ടൻ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ശാലിനി എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ വിഷ്ണു അങ്ങ് സങ്കടപ്പെടുകയാണ്. യഥാർത്ഥ പ്രണയത്തിൻ്റെ ശക്തിയൊക്കെ അങ്ങനെ തന്നെയാണ്, അയാളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇക്കാര്യം അറിഞ്ഞിട്ടില്ലേ, അറിഞ്ഞു കാണുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇതുവരെയും അറിഞ്ഞിട്ടില്ല, ഇനി എന്തായാലും അറിയും എന്ന് പറയുകയാണ്. അന്നേരം ഇത് അയാൾക്ക് വലിയൊരു വേദനയായില്ലേ എന്നൊക്കെ ഈ കാർത്തിക ചോദിക്കുകയാണ്. അന്നേരം അയാളിത് എങ്ങനെ താങ്ങുമെന്ന് തന്നെയാണ് എൻ്റെയും ഒരു വേദന. പക്ഷേ ചില സങ്കടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനൊന്നും സാധിക്കില്ല, അത് ചിലപ്പോൾ നല്ലതിലേക്കായിരിക്കും എത്തുന്നത്. അയാൾ വേദനിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഞാൻ വേദനിക്കുന്നുണ്ട്, ആ തേയിലിൽ നിന്ന് ഉരുകുകയാണ് ഞാൻ, പക്ഷെ അതാരും കാണുന്നില്ല, ഒരാണിൻ്റെ കണ്ണീര് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിന് നന്നായിട്ട് സങ്കടമൊക്കെ വരുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആ കണ്ണ് നിറയുന്നതൊക്കെ കാർത്തികയുടെ മുമ്പിൽ നിൽക്കാൻ വയ്യാതെ റൂമിട്ടങ്ങ് പോവുകയാണ്. ഇതേ സമയം ശ്യാമയാണെങ്കിൽ കാറിൽ പോകുന്ന ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ശ്യാമയാണല്ലോ എന്നും പറയുമ്പോൾ ശരതമ്മ എടുക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ആ ശ്യാമയെ പറഞ്ഞോളൂ എന്നും പറഞ്ഞ് ശാലിനി ഫോൺ എടുക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ അങ്ങ് വിവരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ശാലിനി ആകെ അങ്ങ് ഷോക്കാവുകയാണ്. ശാലിനിയാണെങ്കിൽ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തുടർന്ന് കയ്യിൽ നിന്ന് ഫോണൊക്കെ അറിയാതെ അങ്ങ് ആ സീറ്റിലേക്ക് വീഴുന്നുണ്ട്. ശരതമ്മയ്ക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. തുടർന്ന് എന്താ മോളെ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ കറങ്ങി തലയൊക്കെ കറങ്ങുന്ന പോലെ ഇങ്ങനെ ആംഗ്യ ഭാഷയൊക്കെ കാണിക്കുകയാണ്. തുടർന്ന് ഈ രാമേട്ടനാണെങ്കിൽ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നുണ്ട്, ഒരു സൈഡിലേക്ക് ഒതുക്കുകയാണ്. തുടർന്ന് ശാലിനി അതിൽ നിന്നും പതിയെ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ശാരദാമ്മ ഇറങ്ങി ഇങ്ങനെ ശാലിനിയുടെ അടുത്തേക്ക് വരുമ്പോൾ ശാലിനി ആ ഡോറിൽ കൂടെ തന്നെ അങ്ങ് നിരങ്ങി ആ തറയിലേക്ക് അങ്ങ് ഇരിക്കുകയാണ്. ആകെ ഒരു വിഷമിച്ച് എന്ത് പറയണമെന്ന് ശാലിനിക്ക് അറിയുന്ന ഒരക്ഷരം പോലും ശാലിനിയുടെ വായിൽ നിന്നും വെളിയിലേക്ക് വരുന്നില്ല. ആകെ ഒരു ഷോക്ക്, ഒരു മരവിച്ച അവസ്ഥയിൽ ശാലിനി ഇരിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയും അതേപോലെ തറയിൽ ശാലിനിയോടൊപ്പം ഇരിക്കുന്നുണ്ട്. അന്നേരം മോളെ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അവസാനം വിഷ്ണുവേട്ടൻ എന്ന് മാത്രം ശാലിനിയുടെ നാവിൽ നിന്നും വരുന്നുണ്ട്. എന്നിട്ട് ശാലിനിയാണെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ കാണിച്ച് ആംഗ്യ ഭാഷയൊക്കെ കാണിക്കുകയാണ്. പക്ഷേ ആ ഒരു ഷോക്കിൽ മരവിച്ച പോലെ ശാലിനി ഇരിക്കുന്നുണ്ട്. അത് കണ്ട് ശാരദാമ്മയും അങ്ങ് ആകെ വിഷമിച്ച് ഇരിക്കുകയാണ്. ഇത് കണ്ട് രാമേട്ടന് വരെ സങ്കടമാവുന്നുണ്ട്. ഇതേസമയം സത്യഭാമയാണെങ്കിൽ കാർത്തികയ്ക്ക് വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ട് മോളെ നമ്മുടെ വീടും പരിസരവും ഒക്കെ ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നിട്ട് കാർത്തികയോടൊപ്പം. അന്നേരം ഇത്രയും വലിയ വീടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എന്താ മോളുടെ വീടിന് ഇത്രയും വലിപ്പമൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ ഇനി കാർത്തിക നിൽക്കുകയാണ്. ഈ സമയത്താണ് സത്യഭാമയുടെ വീട്ടിലേക്ക് മധുശ്രീ വരുന്നത്. മധുശ്രീ ആണെങ്കിൽ ഗേറ്റ് കടന്നിട്ട് കുറച്ച് അങ്ങ് ബേക്കിലോട്ടായിട്ട് വണ്ടി നിർത്തുന്നുള്ളൂ. ഈ ഭാമയും ആരും ഒന്നും കാണുന്നില്ല. തുടർന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം മധുശ്രീ ആണെങ്കിൽ ഇങ്ങനെ വീടൊക്കെ നോക്കുകയാണ്. ഭാമയൊന്നും ആദ്യം കാണുന്നില്ല. വിഷ്ണു ആണെങ്കിൽ അമ്പലത്തിൽ നിന്ന് മുങ്ങിയിട്ട് കുളത്തിലോ കായലിലോ എവിടെയായിരിക്കും പൊങ്ങിയത്. മുറ്റത്തെ ടാർപ്പയും പന്തലും കസേരയും ഒന്നുമില്ല, ആളും കൂടിയിട്ടില്ല. ഇനിയിപ്പോൾ മോർച്ചറിയിലെങ്ങാനും ആയിരിക്കുമോ, അതിനുള്ള സമയമല്ലേ ആയുള്ളൂ, ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും കാണാനില്ലല്ലോ, ഇനി എല്ലാവരും കൂടി സ്പോട്ടിലേക്കെങ്ങാനും പോയി കാണുമോ എന്നൊക്കെ പറഞ്ഞിട്ട് മധുശ്രീ ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് മോളെ മോളെ എന്നിങ്ങനെ ഭാമ വിളിക്കുന്നത്, ഈ കാർത്തിയെ വിളിക്കുന്ന കേൾക്കുന്നത്. അന്നേരം അവിടെ എന്താ സംഭവം എന്നും പറഞ്ഞ് മധുശ്രീ
മധുശ്രീയാണെങ്കിൽ മുറ്റത്ത് കിടക്കുന്ന വേറൊരു കാറിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുകയാണ്. അന്നേരം സത്യഭാമ പിന്നെ മല പോലെ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടല്ലോ, ഇവിടെ ഒന്നും സംഭവിച്ചില്ലേ എന്നും പറഞ്ഞ് നോക്കുകയാണ്. തുടർന്ന് ഈ മധുശ്രീ കാണുന്നില്ല, ഭാമ കാണുന്നില്ല. തുടർന്ന് കാർത്തികയോട് വീണ്ടും സംസാരിക്കുകയാണ്. വീടും പരിസരവും ഒക്കെ പുതുപ്പെണ്ണിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് പിന്നെ പയ്യൻ്റെ പെങ്ങന്മാരോ ചേട്ടന്മാരുടെ ഭാര്യമാരോ അങ്ങനെയൊക്കെയാണ്. ഇവിടെ അങ്ങനെ ആരിൽ നിന്നുള്ള സഹായമൊന്നും നീ പ്രതീക്ഷിക്കേണ്ട. എല്ലാവരും ആ ശാലിനിയുടെ വലയിൽ കുടുങ്ങി കിടക്കുകയാണ്. ശാലിനിയെക്കുറിച്ച് അവൻ പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം കുറച്ചൊക്കെ എന്നിങ്ങനെ ഈ കാർത്തിക പറയുന്നുണ്ട്. അന്നേരം മധുശ്രീ ഇത് ശ്രദ്ധിക്കുകയാണ്. പുതുപ്പെണ്ണോ, ഇനിയിപ്പോൾ വിഷ്ണുവിനെ കാണാതായപ്പോൾ സത്യാമ്മയുടെ കിളി വല്ലതും പോയോ എന്ന് പറഞ്ഞ് ഈ മധുശ്രീ ഈ സംസാരം ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, എന്തായാലും അവളുടെ വലയിൽ നിന്നും നീ എൻ്റെ മോനെ രക്ഷിച്ചല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മധുശ്രീ ഇങ്ങനെ ചെവി കോർക്കുകയാണ്, സംഭവം മനസ്സിലാകാതെ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ വിഷ്ണു കല്യാണം കഴിച്ചതൊന്നും അറിയാതെയാണ് മധുശ്രീ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കി സംസാരത്തിൽ നിന്നും മധുശ്രീ തിരിച്ചറിയുമായിരിക്കും വിഷ്ണു കല്യാണം കഴിച്ചതൊക്കെ. തുടർന്ന് ഇനി ഭാമയുടെ മുന്നിലോട്ട് വരുമോ, ബാക്കി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിലാണ്. അടുത്ത എപ്പിസോഡിൽ തന്നെ ഈ ശാലിനി ആണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം സത്യഭാമയെ കാണാനായിട്ട്, വിഷ്ണുവിനെ കാണാനായിട്ട് വരും. വിഷ്ണുവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് ശാലിനി മുതിരില്ല. കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയും സത്യാവസ്ഥ തുറന്ന് പറയാൻ വേണ്ടിയൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള സീനൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.